കാവൽ സർക്കാരിൻ്റെ ഭരണകാലാവധി കഴിയുന്ന ഘട്ടത്തിൽ ഒരു ഇരുണ്ട കാലത്തിലേക്ക്, അത് ദീർഘമാകാതിരിക്കട്ടെ, കുറച്ചു കാലത്താണെങ്കിൽ ഒരു ഇരുണ്ട സമയമാണിത്. അപ്പോൾ ആ ഇരുണ്ട കാലത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്ന ലോഡ് ഷെഡിംഗ് ആണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്തത് പോലും ഒരുപക്ഷെ രാഷ്ട്രീയമായി അല്ല പറയട്ടെ, ലോഡ് ഷെഡിംഗ് ആണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്തത് പോലും ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രചാരം സുനിൽ ജനാധിപത്യ രീതിയിൽ ചർച്ച നടത്തട്ടെ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. സുനിൽ പറയട്ടെ, ലോഡ് ഷെഡിംഗ് ഒരു മിനിറ്റ്, ലോഡ് ഷെഡിംഗ് സുനിൽ പറയട്ടെ, സംസാരിക്കുമ്പോൾ ഈ ഒരു ഗുണമുണ്ട്, നമുക്ക് പറയാം. ലോഡ് ഷെഡിംഗ് എന്നാൽ എന്താണ്? ലോഡ് ഷെഡിംഗ് അങ്ങ് പറഞ്ഞ പോലെ വീടുകളിൽ കൃത്യസമയത്ത് നിശ്ചിത സമയത്ത് നിങ്ങളുടെ കറണ്ട് പോകുമെന്ന് അറിയിക്കും, സർക്കാർ അറിയിക്കും. ഓരോ സ്ഥലത്തും ഓരോ സമയമായിരിക്കും, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് കറണ്ട് ഉണ്ടാവില്ല എന്നറിയിക്കും. എന്നാണ് ലോഡ് ഷെഡിംഗ്. പവർ എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് 20% കുറച്ച് ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. അതാണ് ഈ പവർ കട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടുമല്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്, ഈ ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് കൃത്യസമയമാകുമ്പോൾ കറണ്ട് പോകുന്നുണ്ട്, പക്ഷേ അറിയിച്ചിട്ടില്ല സർക്കാർ. അതുകൊണ്ടാണ് ഇത് ലോഡ് ഷെഡിംഗ് അല്ല എന്ന് പറയുന്നത്. ലോഡ് ഷെഡിംഗ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ കാലത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ലല്ലോ എന്ന ഒരു പ്രചാരണം നടത്തിയ ഒരു സർക്കാരിന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോഡ് ഷെഡിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ലോഡ് ഷെഡിംഗ് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ KSEBിയിലെ ജീവനക്കാരോട് നമ്മൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ അവർ ഓഫ് ദ റെക്കോർഡായി പറയുന്നുണ്ട്. സംഭവം അത് തന്നെയാണ്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. പറയട്ടെ, വസ്തുവിരുദ്ധമാണ് അങ്ങനെ തീരുമാനിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, വസ്തുവിരുദ്ധമാണ് എങ്ങനെ ന്യായീകരിക്കുക? സമയത്ത് 10 വർഷത്തെ കാലത്തെ സാഹചര്യം പറഞ്ഞിട്ടാണ്. അതെനിക്ക് പറയാനുള്ള സമയമുണ്ട്. ആ 5 വർഷത്തെ കുറിച്ച് എനിക്ക് പറയാൻ അരുണല്ല സുനിൽ എങ്ങനെ പറയാതിരിക്കൂ. ഈ പവർ കട്ട് അല്ല, ഈ പറയുന്ന ലോഡ് ഷെഡിങ് AC-കൾ ഉപയോഗിക്കുമ്പോൾ ഗ്രിഡ് ബാലൻസ് ചെയ്യാൻ, ലോഡ് നിയന്ത്രിക്കാം. അത് പ്രാദേശികമായി ഇപ്പോൾ ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ പറയുന്നത് ഡ്രിപ്പ് ആവുകയാണ് എന്ന വാക്കാണ്. അത് തന്നെ അങ്ങോട്ട് ഡ്രിപ്പ് ആവുകയല്ല, പ്രാദേശികമായി തീരുമാനിക്കുകയാണെന്നേ. ഇത്രയും സമയം ഇവിടെ ഇപ്പോൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ പണിയാവുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വല്ലാത്ത ഉപഭോഗം കൂടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ യുദ്ധകാലമായതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ പവറിന് ബുദ്ധിമുട്ടുണ്ട്, ഊർജ്ജ പ്രതിസന്ധി വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലേക്ക് കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാത്രി വന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാകുന്ന കാര്യമല്ല. ജനങ്ങളെ സംബന്ധിച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ AC ഉപയോഗിക്കുന്നു പറയുമ്പോൾ അങ്ങനെ എല്ലാത്ത ജീവിതങ്ങളെയും കൂടി കാണണ്ടേ?